Hi dears, it's me, MS Solutions. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസിന്റെ പ്രിയപ്പെട്ട +1 ട്രയൽ അലോട്ട്മെന്റ് കാത്തിരിക്കുന്ന വിദ്യാർത്ഥികളെ, തമ്പനയിൽ കണ്ടതുപോലെ തന്നെ ഒരു 80% കുട്ടികൾക്ക് വിചാരിച്ച സ്കൂൾ കിട്ടാൻ വളരെ പ്രയാസമേറും. ആ ഒരു ട്രയൽ അലോട്ട്മെന്റിനെ കുറിച്ച് എന്തുകൊണ്ടാണ് സാർ നിങ്ങൾ ഇങ്ങനെ പറയാൻ കാരണം? വ്യക്തമായ തെളിവോടുകൂടി തന്നെയാണ് നിങ്ങളുടെ മുമ്പിലേക്ക് MS Solutions വന്നിരിക്കുന്നത്. പ്രധാനപ്പെട്ട ഒരു കാര്യം, നിങ്ങളിപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്നത് MS Solutions എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലാണ്. അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട ധാരാളം അപ്ഡേറ്റുകളും +1 റിസൾട്ട്, +1 ക്ലാസ്സസുമായി ബന്ധപ്പെട്ട കംപ്ലീറ്റ് കാര്യങ്ങളും MS Solutions +1 എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ ചാനലാണ് ഇനി നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത്. വീണ്ടും ഈ ചാനലിൽ വീഡിയോ ചെയ്യുന്നത് ഇപ്പോഴും MS Solutionsന് +1 ചാനലുണ്ട് എന്നറിയാത്ത നിരവധി വിദ്യാർത്ഥികളുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് വീണ്ടും ഈ വീഡിയോ ഇവിടെ തന്നെ പോസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. സോ നേരെ പോവുക, MS Solutionsന്റെ +1 ചാനൽ ഫോളോ ചെയ്യണം കേട്ടോ. എന്നിട്ട് തിരിച്ചിങ്ങോട്ട് വരിക, ബാക്കി അങ്ങോട്ട് കേൾക്കുക. നിങ്ങൾ +1ൽ സയൻസ് എടുക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി MS Solution എന്ത് ചെയ്തിട്ടുണ്ട്? നിലവിൽ MS Solutionsന്റെ ബാച്ച് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു രാത്രിയിലും ഞാൻ ഈ ഒരു ബാച്ചിൻ്റെ കാര്യം പറയാൻ കാരണം, ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. +1ൻ്റെ റിഡോക്സ് ബാച്ചിന് ആദ്യത്തെ 100 കുട്ടികൾക്ക് 2000 രൂപ മാത്രമേ ഉള്ളൂ. എന്നാൽ +1ൻ്റെ ന്യൂട്ടൺ ബാച്ചിൽ ആദ്യത്തെ 200 കുട്ടികൾക്ക് 5499 രൂപയുള്ളൂ. സർ, എന്താണ് റിഡോക്സും ന്യൂട്ടണും? സിമ്പിളായിട്ട് പറയാം. റിഡോക്സ് എന്ന് പറഞ്ഞാൽ +1ൽ A+ ഉറപ്പാണ്. എന്നാൽ ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ +1ൽ ഫുൾ മാർക്കും ഉറപ്പാണ്. എൻട്രൻസ് ക്രാക്ക് ചെയ്യാനും പറ്റിയിരിക്കും. ഇത് നീറ്റ് JEE ബാച്ചാണ്. നിങ്ങൾക്കിതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോ ലെങ്ത് വളരെ കൂടും. അതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് ഞാനൊന്നും പറയുന്നില്ല. ദാ ഈ കാണുന്ന മൊബൈൽ നമ്പറിലേക്ക് ഒന്ന് വാട്സപ്പ് ചെയ്താൽ മതി. ഇനി നിങ്ങൾ വീഡിയോ കാണുന്നത് രാവിലെ 9:30 ശേഷമാണെങ്കിൽ നിങ്ങൾ കോൾ ചെയ്തോളൂ, പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഓക്കെ, മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് റിപ്ലൈയും കാര്യങ്ങളൊക്കെ കിട്ടും. കോൾ ചെയ്താലും നിങ്ങൾക്ക് നമ്മുടെ ടീം മെമ്പേഴ്സ്, ടീച്ചേഴ്സൊക്കെ നിങ്ങളെ സംസാരിക്കും കേട്ടോ, ഡീറ്റെയിൽസൊക്കെ പറഞ്ഞുതരും. ഓക്കെ, ഇനി നമ്മുടെ പ്രധാനപ്പെട്ട ട്രയൽ അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് വളരെ കൃത്യമായി ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് ട്രയൽ അലോട്ട്മെൻറ്റിൽ കിട്ടാനുള്ള ചാൻസ് വളരെ കുറവാണ്. എന്തിന് കിട്ടാൻ? നിങ്ങളുടെ ഫസ്റ്റ് ഓപ്ഷനിൽ കിട്ടാനുള്ള ചാൻസ് ആണ് വളരെ കുറവ് എന്നുള്ളത് ഞാൻ പറയാൻ പോവാണ് കേട്ടോ. അതായത് ഈ കണക്കൊന്ന് കൃത്യമായി ശ്രദ്ധിക്കുക. എടാ നോക്കിക്കേ, HSCAP വെബ്സൈറ്റ് പുറത്തുവിട്ട ലേറ്റസ്റ്റ് അപ്ഡേറ്റ് പ്രകാരമുള്ള കണക്കാണ് ഇവിടെ കാണിക്കുന്നത്. അപ്ലിക്കേഷൻ ഫുള്ളി കൺഫേം ചെയ്ത എത്ര പേരുണ്ടെന്നറിയോ? 4,61,940 കുട്ടികളുണ്ട്. 4,61,940 കുട്ടികൾ നിലവിൽ ട്രയൽ അലോട്ട്മെൻറ്റിൻ്റെ റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഒന്നാമത്തെ കാര്യം. 2, അതിൽ SSLC കഴിഞ്ഞ കുട്ടികളാണ് ഏറ്റവും കൂടുതൽ, 4,29,494 കുട്ടികൾ. എന്നാൽ CBSE കഴിഞ്ഞ് വരുന്ന കുട്ടികൾ 23,000-ഓളം കുട്ടികളുണ്ട്. ഇനി നമ്മുടെ ICSE വരുന്ന 2,300 ഉണ്ട്. ICSE, പിന്നെ അത് കഴിഞ്ഞിട്ട് അതേഴ്സ് IGCSE ഒക്കെ വരുന്നവരുണ്ട്. 7,115 ഉണ്ട്. പ്രൈവറ്റായിട്ട് പഠിച്ചവരൊക്കെ അതിൽ വരുന്നുണ്ട്. പിന്നെ MRS കൺഫേംഡ് ആയിട്ടുള്ള 1,846 പേരുണ്ട്. അങ്ങനെ എല്ലാ കുട്ടികളെയും കൂടി എടുത്തു നോക്കുന്ന സമയത്ത് ട്രയൽ അലോട്ട്മെൻറ്റിൻ കോമ്പറ്റീഷൻ കൂടുതലായിരിക്കും. കാരണം 4,61,940 കുട്ടികൾ. അതിൽ തന്നെ നിങ്ങൾ ജില്ലാ വൈസ് നോക്കുക. ഇപ്പം ഞാനിപ്പോൾ കോഴിക്കോട് ജില്ലക്കാരനാണ്. ഇതിലേതാ കോഴിക്കോട്? കോഴിക്കോട് ജില്ലയിൽ 48,056 കുട്ടികൾ, 48,056 കുട്ടികൾ എന്ത് ചെയ്തിട്ടുണ്ട്? കൺഫേം ചെയ്തിട്ടുണ്ട്. അത്രത്തോളം സീറ്റ് ഇവിടെ അവൈലബിൾ ആയിരിക്കും. പക്ഷേ എന്തേ ഉണ്ടാവുള്ളൂ? അത് സയൻസും കൊമേഴ്സും ഹ്യൂമാനിറ്റീസും എന്ത് ചെയ്യുന്നുണ്ട്? സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. സോ സയൻസ് ആണ് ഏറ്റവും കൂടുതൽ കുട്ടികൾ ഈ വർഷം കൊടുത്തിരിക്കുന്നത്. അത്രയും സീറ്റ് എന്തിലില്ല? സയൻസിലില്ല. സ്വാഭാവികമായിട്ടും കൊമേഴ്സിലേക്കോ ഹ്യൂമാനിറ്റീസിലേക്കോ ഇവരുടെ സീറ്റ് തള്ളപ്പെടും. അപ്പോൾ നിങ്ങൾ കൊടുത്തിരിക്കുന്ന ഒന്നാമത്തെ ഓപ്ഷനിലേക്കോ രണ്ടാമത്തെ ഓപ്ഷനിലേക്കൊക്കെ സ്കൂൾ കിട്ടാൻ ചാൻസ് വളരെ കുറവാണ്. അതിനേക്കാൾ അപ്പുറത്തേക്ക് നിങ്ങളുടെ സർക്കിൾ എടുക്കുക, നിങ്ങളുടെ പഞ്ചായത്ത് എടുക്കുക, അല്ലെ നിങ്ങളുടെ ആ ഒരു താലൂക്ക് നിങ്ങൾ കൺസിഡർ ചെയ്യുക. ആ താലൂക്കിൽ അല്ലെ ആ മുനിസിപ്പാലിറ്റിയിൽ അല്ലെ ആ പഞ്ചായത്തിൽ വരുന്ന ലോക്കൽ ബോഡിയിൽ എത്രത്തോളം കുട്ടികൾ അവിടേക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടാകും? സോ ഒന്നാമത്തെ ഓപ്ഷൻസിൽ കിട്ടാൻ സാധ്യത കുറവാണ്. അത്രമേൽ കുട്ടികൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ വർഷം അലോട്ട്മെൻറ്റിന് കാത്തിരിക്കുന്നവരുണ്ട്. നിങ്ങൾക്ക് കിട്ടുമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഒരു ക്ലാസ് റൂമിലെ 60 സീറ്റിന് വേണ്ടിയുള്ള പോരാട്ടമാണിത്.
അതാണ് ട്രയൽ അലോട്ട്മെന്റും ഫസ്റ്റ് അലോട്ട്മെന്റും ഒക്കെ. ആ 60-ൽ ഒരാൾ നിങ്ങളാവണമെങ്കിൽ WGPA എല്ലാവരെക്കാളും കൂടുതലായിരിക്കണം നിങ്ങൾക്ക്. അത് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഈ ട്രയൽ അലോട്ട്മെന്റിന് നിങ്ങൾ വിചാരിച്ചിരിക്കേണ്ട 10ാം ക്ലാസ്സിൽ ഫുൾ A+ കിട്ടുമെന്ന് വിചാരിച്ചതുപോലെ +1 എനിക്ക് ട്രയൽ അലോട്ട്മെന്റിൽ ഞാൻ വിചാരിച്ച 1ാമത്തെ സ്കൂൾ എനിക്ക് കിട്ടും എന്ന ഒരു മൈൻഡ് നിങ്ങൾ ഒഴിവാക്കുക. കിട്ടിയത് കൊണ്ട് തൃപ്തിപ്പെടാനുള്ള മൈൻഡ് ഇപ്പോഴേ റെഡിയാക്കി വെക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചോദിക്കും സാർ ട്രയലിന് എഡിറ്റ് ചെയ്തോടെ? എഡിറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ട്രയലിന് എഡിറ്റ് ചെയ്യുമ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾക്ക് എവിടെ കിട്ടുമെന്നുള്ളതാണ് ട്രയൽ പറഞ്ഞു തരിക. ആ ഒരു ഓപ്ഷൻ എടുത്ത് ഒഴിവാക്കിയാൽ പിന്നെ നിങ്ങൾക്ക് അവിടെ കിട്ടിയില്ല. അങ്ങനെ കുറേ പ്രശ്നങ്ങൾ ഇതിനിടയിൽ വരാനുണ്ട്. ട്രയലിനെ നിങ്ങൾ നിസ്സാരവൽക്കരിക്കണ്ട. ഇപ്പോൾ ഫോർ എക്സ്പീരിയൻസ്, ഞാനിപ്പോൾ ഒരു 5-6-7 കൊല്ലമായിട്ട് ഈ HSCAPന്റെ വെബ്സൈറ്റിലൂടെ കളിക്കുന്ന ഒരാളാണ്, എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ്. ആ എക്സ്പീരിയൻസിൽ ഞാൻ പറയുന്നു, ട്രയൽ അലോട്ട്മെന്റിനെ നിങ്ങൾ നിസ്സാരമായി തള്ളിക്കളയരുത്. ട്രയൽ അലോട്ട്മെന്റ് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ 360ഓളം ഫോമുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ ഞാൻ ഓഫ്ലൈനിൽ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൽ തന്നെ 300ഓളം കുട്ടികൾക്ക് VHSC ചെയ്ത് കൊടുത്തിട്ടുണ്ട്. HSCAP സൈറ്റിലൂടെ VHSC ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ആ കുട്ടികൾക്കൊക്കെ അറിയാം എന്താണ് ഞാൻ ചെയ്തു കൊടുത്തത് എന്നും അവരാഗ്രഹിച്ച് വന്ന സ്കൂളിലേക്കല്ല അവരെ ഞാൻ തള്ളിവിട്ടത്. അവരുടെ ആഗ്രഹത്തോടൊപ്പം അവരാഗ്രഹിക്കാത്ത സ്കൂളും കൂടി ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ റീസൺ എന്താണെന്നുള്ളത് ഈ ട്രയൽ അലോട്ട്മെൻറ്റ് വന്നാൽ മനസ്സിലാകും. ഓക്കെ, സോ നിങ്ങളത് വെയിറ്റ് ചെയ്യുക. ട്രയലുമായി ബന്ധപ്പെട്ട കംപ്ലീറ്റ് കാര്യങ്ങളും A to Z കാര്യങ്ങൾ MS സൊല്യൂഷൻസ് +1 ചാനലിൽ പറയുന്നുണ്ട്. നിങ്ങൾ ആ ചാനലിലേക്ക് ചെല്ലുട്ടോ. ഓക്കെ, ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത്, ട്രയൽ അലോട്ട്മെന്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങളിതാ ഇതേ HSCAP സൈറ്റിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം കാൻഡിഡേറ്റ് ലോഗിൻ SWS എന്ന് കാണാം. ആ കാൻഡിഡേറ്റ് ലോഗിനിൽ നിങ്ങൾ നിങ്ങളുടെ യൂസർ നെയിമും പാസ്വേഡും ഡിസ്ട്രിക്റ്റ് ഒക്കെ സെലക്ട് ചെയ്ത് കൊടുത്ത് ഒരു OTP വരും. ആ OTP കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ആ പേജ് ഓപ്പൺ ആകും. ആ പേജിൽ എന്തുണ്ടാകും? ട്രയൽ റിസൾട്ട് എന്ന് പറഞ്ഞ ഒരു ലിങ്ക് ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്തിട്ടാണ് നിങ്ങളുടെ ട്രയൽ അലോട്ട്മെൻറ്റ് റിസൾട്ട് ചെക്ക് ചെയ്യുന്നത്. ഇനി വേറെ പണിയൊന്നുമില്ല. ഈ HSCAP ആണ് ഇനി നിങ്ങളുടെ ട്രയൽ അലോട്ട്മെൻറ്റുകളൊക്കെ. ഫസ്റ്റ് അലോട്ട്മെൻറ്റും സെക്കൻഡ് അലോട്ട്മെൻറ്റും ഒക്കെ എന്തിലാണ്? ഈ HSCAPലാണ്. ഓക്കെ ആണല്ലോ? എങ്ങനെ ചെക്ക് ചെയ്യേണ്ടത് നമുക്ക് മനസ്സിലായല്ലോ. ഇനി നിങ്ങൾ ടെൻഷൻ അടിക്കാതെ എവിടെയാണോ കിട്ടുക അതിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം? ട്രയലിന് എഡിറ്റ് ചെയ്യണം. കൃത്യമായി ഫോക്കസ് ചെയ്ത് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് വേണം എഡിറ്റ് ചെയ്യാൻ. നിങ്ങളുടെ റാങ്ക് ലിസ്റ്റൊക്കെ പബ്ലിഷ് ചെയ്യപ്പെടും. ആ റാങ്ക് വെച്ചിട്ട് വേണം നിങ്ങൾ എഡിറ്റ് ചെയ്യാൻ കേട്ടോ. അതെങ്ങനെയാണ് സാറ് റാങ്ക് വെച്ചിട്ടൊക്കെ എഡിറ്റ് ചെയ്യുക? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല സാർ. നിങ്ങൾ പറയുന്ന ഒന്നും മനസ്സിലാവുന്നില്ല. മനസ്സിലാവണമെങ്കിൽ ട്രയൽ അലോട്ട്മെൻറ്റ് റിസൾട്ട് പുറത്തേക്ക് വരണം. അത് വരാൻ നിങ്ങൾ കാത്തിരിക്കേണ്ട. മെയ് 23-ാം തീയതിയായിട്ട് നിങ്ങൾക്ക് ട്രയലുമായി ബന്ധപ്പെട്ട കംപ്ലീറ്റ് ഡൗട്ടുകൾ ഞാൻ പറഞ്ഞുതരും കേട്ടോ. ഓക്കെ, കഴിഞ്ഞ വർഷത്തെ റാങ്ക് ലിസ്റ്റ് കാണിച്ചു തന്നാൽ പോരെ? ഒക്കെ കാണിച്ചു തരാം കേട്ടോ. ഡോണ്ട് വറി. സോ ഈ ഒരു വീഡിയോ മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. അവരോട് പറയുക നിങ്ങൾ ആഗ്രഹിക്കുന്ന 1ാമത്തെ സ്കൂളിൻ്റെ 1ാമത്തെ കോഴ്സൊന്നും കിട്ടാനുള്ള ചാൻസ് 90% ഇല്ല എന്ന് തന്നെ ഞങ്ങൾ പറഞ്ഞു കൊടുക്കണം കേട്ടോ. ഓക്കെ, അത്രമേൽ കുട്ടികൾ എന്ത് ചെയ്തിട്ടുണ്ട്? അലോട്ട്മെൻറ്റിന് കൊടുത്തിട്ടുണ്ട്. അത്രമേൽ റിസൾട്ടും ഉണ്ട്. എന്നാൽ കോമ്പറ്റീഷൻ കൂടുതലുമാണ്. റിസൾട്ട് കൂടിയവനും കുറഞ്ഞവനൊക്കെ സയൻസിൽ കൊടുത്തിട്ടുണ്ട്. കോമ്പറ്റീഷൻ വളരെ വളരെ കൂടിയിരിക്കുന്ന ക്രിട്ടിക്കൽ സ്റ്റേജിലൂടെയാണ് ട്രയൽ അലോട്ട്മെൻറ്റ് കടന്നു പോകുന്നത്. ഓക്കെ, സോ കാത്തിരിക്കുക, വെയിറ്റ് ആൻഡ് സീ. സോ ഇതുപോലുള്ള അപ്ഡേറ്റുകൾ നേരത്തെ നിങ്ങൾക്ക് ലഭിക്കാൻ MS സൊല്യൂഷൻസിൻ്റെ വാട്സപ്പ് ചാനൽ മാത്രം ഫോളോ ചെയ്താൽ പോരാ. MS സൊല്യൂഷൻസിൻ്റെ കമ്മ്യൂണിറ്റി ചാനലും കൂടി നിങ്ങൾ എന്ത് ചെയ്യണം? ഫോളോ ചെയ്യണം കേട്ടോ. കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ഫോളോ ചെയ്യണം. ഓക്കെ ആണല്ലോ? സോ ബാച്ചിൻ്റെ കാര്യം മറക്കണ്ട. ഒന്നുകിൽ റിഡോക്സ് ബാച്ച് അല്ലെങ്കിൽ ന്യൂട്ടൺ ബാച്ച്, രണ്ടാലൊന്ന് ജോയിൻ ചെയ്തോളൂ. നിങ്ങളുടെ കൂടെ ഈ വർഷവും MS സൊല്യൂഷൻ ഉണ്ടായിരിക്കും കേട്ടോ. വീണ്ടും കാണാം. ഇറ്റ്സ് മീ MS സൊല്യൂഷൻസ്. ഇനി എന്തിന്? വേറെ സൊല്യൂഷൻസ്. ബൈ.